ഫസ്റ്റ് ചേച്ചി വന്നിട്ട് ബേബീനെ കുളിപ്പിക്കും. അതിനുശേഷമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. കൈ എടുക്കാൻ പോലും പറ്റില്ല. അയ്യോ, വണ്ടി ഓടിക്കാൻ പോവാ. ഓക്കെ, ഗിയർ മാറ്റിയില്ല. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ മാത്രം സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാനും ബേബിയും തേസായിരുന്നു, എല്ലാവരും അമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിലെല്ലാം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഞാനൊരു 10 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സമേത ആയുർവേദിക്സിൽ വന്നിരിക്കുകയാണ്. ഞാനും ഈ വേദുകുളി, മറ്റേ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്, പ്രസവരക്ഷാന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10 days ബ്രേക്ക് എടുത്ത് വന്നിരിക്കുകയാണ്. കാലിക്കറ്റാണ് കേട്ടോ അവരുടെ ഹോസ്പിറ്റൽ എന്ന് പറയണോ അല്ലേ, എന്താ പറയുക, ഹോസ്പിറ്റൽ എന്ന് പറയാല്ലേ. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ചേച്ചി എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബേബി ഓക്കെ അല്ലേ, ഞാനും ഓക്കെ അല്ലേ. കാരണം ഞാൻ എവിടെയും എന്താ പറയുക ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഇതാണ് റീസൺ. ഇങ്ങനെ സുഖ ചികിത്സയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത്, ഇവിടുത്തെ ഒരു രീതികളും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഡേയ്സ് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ബാക്കി ഇടപെട്ടു. അപ്പോൾ ജഷീന ചേച്ചിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ചുമന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് വേറെ അനുഷ, ഇവർ രണ്ടുപേരാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നെ ചെയ്തുകൊണ്ട് മസാജൊക്കെ എനിക്ക് 3 ദിവസം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സമയമായി. ആദ്യം വന്നിട്ട് ബേബീനെ കുളിപ്പിക്കും കേട്ടോ. ഫസ്റ്റ് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മളെ ബേബീനെ കുളിപ്പിക്കാൻ വരും ചേച്ചി. അങ്ങനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് സാധാരണ ചെയ്യാറ്. ഇനി കുറച്ച് നേരത്തെ ചെയ്യണം, ലാസ്റ്റ് ഡേ അല്ലേ ഇന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ നോക്കി ഇറങ്ങില്ല, ഇവിടെ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ കിടപ്പല്. ഇതാണ് ഞാൻ ഇത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്ത്. കണ്ടിട്ടില്ലല്ലോ അല്ലേ? നമ്മളെന്നും ഹെഡ് മസാജിലൂടെയാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് പല പല ദിവസങ്ങളുടെ പാക്കേജസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ 10 days ചെയ്യുന്നത്, അതുപോലെ 14 ദിവസത്തെ ഉണ്ട്, 21 ദിവസത്തെ ഉണ്ട്, 28 ദിവസം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് ബേബിയുടെ 28 വരുന്നതുകൊണ്ട് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഏറ്റവും കുറവ് ദിവസത്തിന്റെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം സുഖിക്കുകയാണെങ്കിൽ അതിന്റെ പാക്കേജ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓയിൽ മസാജ് അല്ലേ, ബോഡി അല്ലേ, ഫേസിന്റെ ഒരു മസാജ് ഉണ്ട്. എന്നിട്ടൊരു പാക്ക് ഇടും. അപ്പോൾ എനിക്ക് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ പാക്ക് എനിക്ക് അത്ര ഷൂട്ടായില്ല. അപ്പൊ തന്നെ ഡോക്ടർ വന്നിട്ട്, നമ്മൾ പ്രഷ്യ ഡോക്ടറാണ്, അപ്പൊ ഡോക്ടർ പ്രഷ്യ വന്നിട്ട് എൻ്റെ സ്കിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാക്ക് നെക്സ്റ്റ് ഡേ മാറ്റി തന്നു. അപ്പൊ അങ്ങനെ എനിക്കത് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി മസാജ് അല്ലേ, ബോഡി മസാജ് എണ്ണ, അത് ഇവിടുത്തെ എണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് പ്രസവരക്ഷ ഓയിൽ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നല്ല ബോഡി മസാജ്. പിന്നെ പാക്ക് ഇടും. അപ്പൊ ആദ്യത്തെ ഇത് ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെന്റ്സ് ആട്ടോ. ചിലപ്പോൾ 2 ദിവസം ഒരെണ്ണം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് 2 days നമ്മുടെ മഞ്ഞളിന്റെ ഒരു പാക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞവരക്കല്ലേ, നാരങ്ങ കിഴി അല്ലേ, കിഴി ചെയ്തു. പിന്നെ ഞവര തേപ്പ്, ഞവര കിഴി. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ നമുക്ക് വരുന്നത് ശിരോധാരി സ്റ്റീമും. പിന്നെ ബോഡി പാക്ക് ഉണ്ട്, ബോഡി പാക്കും വരുന്നുണ്ട്, സാൻഡിൽ പാക്കാണ്. പിന്നെ മുഖത്തും അല്ല എന്തോ ഞവര കിഴി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവര് മറ്റേ ഇലയിട്ട വെള്ളം ഇട്ടിട്ട് എന്നെ കുളിപ്പിക്കും.
കുളി നല്ല രസം, നമ്മള് കഷ്ടപ്പെടണ്ടല്ലോ. മറ്റേ വേദം കുളി എന്ന് പറഞ്ഞ ഇലയിട്ട സംഭവം, നാൽപ്പാമരത്തിന്റെ അങ്ങോട്ട് വന്നോളൂ, പറയൂ. അങ്ങനെ ആക്കണം കേട്ടോ, ഫാൻ ചെയ്ത് കാണാൻ പറ്റുക. കൊടുക്കുകയും അല്ല, ആഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. തലക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെയൊക്കെയാണ് എന്റെ ഫ്ലോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. തിരിച്ചു തരും. കൈ എടുക്കാൻ പോലും പറ്റില്ല. അയ്യോ, തലയുടെ പുറകെ കൂടെ പോകയായി. ഞാന് തല പോകാൻ ആലോചിച്ചത്. ചളി. പാലക്കാടേക്ക് വേനൽക്കാലത്ത് പോയ എന്റെ എഞ്ചിൻ റൂമിൽ ഇങ്ങനെ പിന്നെ സ്റ്റീം ലൈനൊക്കെ ലീക്ക് ആവുമ്പോ എന്തോ ക്ലിയർ ചെയ്യണ്ടേ. ഞാൻ വരുമ്പം വലിഞ്ഞല്ലേ വരുന്നത്. അതിങ്ങനെ പുഴുങ്ങി എല്ലാ ഫാറ്റും പോയിട്ട് ഇവിടുന്ന് ഞാൻ ശേഖരിച്ചുകൊണ്ട് വന്ന ഇതൊക്കെ അവിടെ ചെന്നിട്ട് അലിയൊക്കെ. ഓ, ഒരു പാസ്പോർട്ട്. നമുക്ക് കോൾഡൊന്നും വരാതിരിക്കും. എനിക്ക് ചെറിയ പേടിയായിട്ട്. വായിക്കോട് ഇങ്ങനെ പുക വിടണോ? ഓ, അത് ശരി. പക്ഷെ അടുത്ത് വരുമ്പോ എനിക്ക് പേടിയാ. തീന്റെ അതിങ്ങനെ അടുത്ത് വരുമ്പോഴേ അങ്ങനെ നമ്മുടെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു കുളിയോടുകൂടി അവസാനിച്ചു. ഇപ്പൊ നമ്മുടെ പഴയ രീതിയിൽ മുടി ഉണക്കില്ലേ. ആക്ച്വലി ഉണക്കുന്നതിനെക്കാട്ടിൽ പണ്ട് മുടിയിൽ കായയും അതൊക്കെ വരാതിരിക്കാനല്ലേ, ഈറന്മരണമൊക്കെ വരാതിരിക്കാനല്ലേ.
അതാണ് മെയിൻ സംഭവം. അങ്ങനെ സമയധയിലെ ട്രീറ്റ്മെന്റ് ഇവിടെ ഒഫീഷ്യലി അവസാനിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും ദിവസം എന്റെ കത്ത് കേട്ട് സഹിച്ച് എന്നെ ഒഴിച്ചിലും പിഴിച്ചിലും ചെയ്ത ചേച്ചിയുടെ പേര് വെത്താം, ജിഷീന ചേച്ചിക്കും അനുഷയ്ക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. 5 മണി. ഞാൻ ജസ്റ്റ് ഡോക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തതാണ്. ഡോക്ടർ പ്രഷ്യ ആൻഡ് ഡോക്ടർ സിൻസി അല്ലേ? സിൻസി ഡോക്ടർ. പിന്നെ ഇവരെ ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടുപേരെയും. അപ്പോ എനിക്ക് കുറച്ച് സംഭവങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇവര് യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പാക്ക് ചെയ്ത് വീട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എന്തായാലും ഇങ്ങനെ ഇതല്ലെങ്കിൽ വേറെ സുഖ ചികിത്സക്ക് അപ്പൊ നമുക്ക് പോവാം. സിസ്റ്ററിനെ കൂട്ടി പോവാണ്. ഞങ്ങള് പോവാ വണ്ടി ഓടിക്കാൻ പോവാ. ഓക്കെ, വണ്ടി ഓടിക്കാൻ സ്റ്റിയറിംഗ് പിടിക്കുക. ഗിയർ മാറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ആള് നല്ല ഉറക്കത്തിലാണ് ചെറുത്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു 10 days ആയിരുന്നു അത്. സൗണ്ടുകൾ വരുന്നു, ഞാൻ വേഗം മൈൻഡ് അപ്പ് ചെയ്യാമില്ലെങ്കിൽ പിന്നെ ഇപ്പം നിങ്ങൾക്ക് ബഹളം കേൾക്കാൻ പറ്റും. വളരെ റിലാക്സിങ് ആയിട്ടൊരു 10 days ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഗസി ഫുഡ് അല്ല ഫുഡ് ഇഷ്ടപ്പെട്ടു, അതല്ലാതെ അവിടുത്തെ ട്രീറ്റ്മെന്റ് അത് ഇഷ്ടപ്പെട്ടു, അതല്ലാതെ യാത്ര ഇഷ്ടപ്പെട്ടു, അതല്ലാതെ മുറി അല്ല. എല്ലാവരുടെയും കൂടി ഹസ്ബൻഡ് ഉണ്ട്. എല്ലാവരും വളരെ യങ് കപ്പിൾസ് ആണ്. എല്ലാവരുടെ കൂടി ഹസ്ബൻഡ് ഉണ്ട്. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ പണ്ടത്തെക്കാട്ടിലും കുറച്ചും കൂടി അതും പലരും ഹസ്ബൻഡ്സ് നിർബന്ധിച്ച് എന്താ വൈഫിനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ പണ്ടത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വൈഫിന് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, ആ ഒരു റിലാക്സേഷൻ ടൈം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇപ്പൊ സപ്പോർട്ടിന് നിൽക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. പലർക്കും പോസ്റ്റ് പാർട്ടം സ്റ്റേജ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് ഈസി ആയിരിക്കും. നമ്മുടെ സറൗണ്ടിങ്സ് അനുസരിച്ച് അതിരിക്കണം. അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ഫാമിലിയും ഹസ്ബൻഡും ആ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ പകുതി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പം അത് എനിക്ക് അവിടെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. നോട്ട് ചെയ്തോ? ഇനി ഞാൻ നോട്ട് ചെയ്യാം. എന്നെ പൊക്കി അടിച്ച സ്ഥിതിക്ക് തേസറിനെ മാത്രമല്ല, ഞാൻ എല്ലാവരും പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നല്ല ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു, നല്ല ദിവസങ്ങളായിരുന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഞാനിപ്പോൾ ആക്ച്വലി ഇങ്ങനെ അങ്ങോട്ട് ഫ്ലോയിലേക്ക് വന്നിട്ടില്ല. ആള് കുറച്ചും കൂടി ഒന്ന് വലുതായെന്ന് പറയുന്നത് ഒരു 2 മാസമെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഉറക്കമൊക്കെ ഒന്ന് ട്രാക്കിലാവും. ഇപ്പം അതൊന്നും ട്രാക്കിലല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പം അതൊക്കെ സെറ്റായിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടെ നമ്മുടെ ചെറുതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ ബൈ.